നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഓസ്ട്രേലിയയിലെ പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡിലെ ബ്രിസ്ബനിലൊക്കെ വീടിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ ഏരിയയിലും വീടിന് എത്ര രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലോഗനിൽ, അതുപോലെ ലോഗൻലി, അതുപോലെ തന്നെ ഇപ്സ്വിച്ച്, റിപ്ലി, അതുപോലെ തന്നെ മോറേ ഫീൽഡ്, കബൂൾച്ചർ, നോർത്ത് ലൈസ്, മാംഗോ ഹില്ല്, ബ്രിഡ്ജ്മാൻ ടൗൺസ്, അങ്ങനെ ഓരോരോ ഏരിയയിൽ, കേപ്പ് സ്റ്റോൺ, നമ്മുടെ മാംഗോ ഹിൽ സ്ഥലങ്ങളിൽ, അങ്ങനെ ഏരിയയിൽ ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ആൾക്കാർക്ക് വീട് മേടിക്കാനായിട്ട് ചെറിയ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു പരിചയമുള്ള ഒരാളെയാണ്. അവരുടെ വീട് മൊറേ ഫീൽഡിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സാധാരണ നമുക്ക് ആ വീടൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഒരേക്കറുള്ളൊരു വീടാണ് കേട്ടോ. ചേട്ടനാണ് ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ഇതിവിടം തൊട്ട് ഇതിൻ്റെ അതിരാണ്. ഇതിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണും. ഇത് കുറേ പരിപാടികളൊക്കെ ഇവിടെ തീർക്കാനുണ്ട്. കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീട്ടിലൊക്കെ കയറി ആ ചേട്ടനെയൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കുക. കാരണം UK നിന്നും അയർലൻഡിൽ നിന്നും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വളരെ ഉപകാരപ്രദമായിട്ട് ബെഡ്റൂം ഹൗസാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ ലാൻഡിന് നട്ടുക്കായിട്ട് ഈ പ്ലോട്ട് ഇവിടെ ചെയ്തിരിക്കുക. ഹലോ ചേച്ചി, നമസ്കാരം. കയറി ഇത് ചേട്ടൻ എന്തി ആണല്ലേ? ഓക്കെ. നമ്മുടെ വീടിൻ്റെ ഉടമയാണ് കേട്ടോ ചേച്ചി. ഇവിടെ ഒരു നമ്മുടെ റെഡ് ക്ലിഫ്, പേരെന്നാ പറഞ്ഞ ചേച്ചി? മരിയ. ഓ, ഇവിടെ റെഡ് ക്ലിഫ് നേഴ്സാണല്ലേ? ഓ ശരി. ഓക്കെ. നാട്ടില് കോഴിക്കോട്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് വീട്ടിൽ കയറി കേട്ടോ. അവിടെ ചേട്ടനും ചേച്ചിയും കൂടി ഇരിപ്പുണ്ട്. അതെ, നമ്മുടെ ചേട്ടൻ ഇതാണ്. ചേട്ടാ പേരെന്താ പറഞ്ഞേ? എൻ്റെ പേര് റോഷി. നാട് കോഴിക്കോട്. ഓ ശരി. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് പേര്. ഓ ശരി. ചേച്ചി ഹായ്. നമ്മൾ ചേച്ചി ഓൾറെഡി ഹായ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് എത്ര വർഷം ചേട്ടാ? ഞങ്ങളിപ്പം ഓസ്ട്രേലിയ വന്നിട്ട് 15 വർഷം. ഓ ശരി. ഇതിനു മുമ്പ് അയർലൻഡിലായിരുന്നു. അയർലൻഡിൽ നിന്ന് ഡബ്ലിനിലായിരുന്നു. അവിടെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. 2012 മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ ഓൾറെഡി ഇവരോട് വീടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ, ഇവിടെ നമ്മൾ നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞത് എവിടെ സ്ഥലം? ഇത് ഞങ്ങളുള്ളത് അപ്പർ കബൂൾച്ചർ, മൊറേ ഫീൽഡിന്റെ ഭാഗമാണിത്. അതെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ഓസ്ട്രേലിയയിലെ ഇവിടെ ഒരു ബ്രിസ്ബനിലെ ഈ മൊറേ ഫീൽഡിലെ പുതുതായിട്ട് വീട് പണിത് ഒരു 3 വർഷം മുമ്പ് ലാൻഡ് മേടിച്ചു. സ്ഥലം വീട് 1 വർഷമായിട്ട് വീട് പണിത്. ഇപ്പൊ ഒരു ജസ്റ്റ് ഈ ഡിസംബറിൽ 1 വർഷമാണ് റീസെന്റ് ആയിട്ട് പണിത വീട്. ഇത് കണ്ടാൽ പുത്തന വളവളാൻ തുടങ്ങുന്ന ടൈലും കാര്യങ്ങളൊക്കെയാണ്. അത് പുത്തൻ വീടാണ്, പുത്തൻ മണം മാറിയില്ലാത്തൊരു വീട്. ഒരു നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വീടാണ് ചേട്ടനും ചേച്ചിയും കൂടെ. അപ്പോൾ ചേട്ടാ, ഇത് എത്ര ഏക്കർ സ്ഥലം? എത്രയാണ് ഇത്? 4000 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 ഏക്കർ. ഈ പിന്നെ ഈ വീടിന്റെ സൈസ് എന്ന് പറയുന്നത് 420 അതെ അല്ലേ? ഓക്കെ. അപ്പം ചേട്ടാ, ഇതിന് എത്ര രൂപ ഏകദേശം വന്നിട്ടുണ്ട് ലാൻഡിന് മാത്രമായിട്ട്? ലാൻഡ് ഇപ്പം ഞാൻ 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ആ സമയത്ത് 4 വർഷം കഴിഞ്ഞു. അന്ന് വാങ്ങിക്കുമ്പം 550 ആയിരുന്നു. പക്ഷെ ഇപ്പം അതേ രീതിയിലുള്ള ഒരു പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 650 അടുത്ത് അത്ര വരുന്നത്. അപ്പം ഇവന് ഈ വീട് പണിയിച്ചതിന് എത്ര രൂപ ആയിട്ടുണ്ട് ഏകദേശം? വീടിന് മാത്രം 800 പ്ലസ് പിന്നെ അതിന്റെ പുറമെ ആണ് പിന്നെ പൂള്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. വേറെ കാര്യമുണ്ട്, ഈ വീടെന്ന് പറഞ്ഞ ഒരു സാധാരണ വീടല്ല, ഇച്ചിരി ഒരു പോസ്റ്റ് വീടാണ് അല്ലേ? സാധാരണ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു ഫാമിലി ഒരു ഇച്ചിരി ബിഗ്. അതായത് ആകെപ്പാട് അതിൻ്റെ അത് വന്നേക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. നമ്മൾ ഈ പുതുതായിട്ട് വീട് മേടിക്കാൻ വരുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഏക്കറേജ് മേടിക്കണമെന്ന് നിർബന്ധമില്ല, ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, ഇപ്പം ഇത്രയും വലിയ രീതിയിൽ ചെയ്യണമെന്നില്ല. അപ്പം അവർക്ക് പുതുതായിട്ട് വന്ന് ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ എത്രാമത്തെ വീടായത്? ഇതിപ്പം ഓസ്ട്രേലിയയിലെ മൂന്നാമത്തെ വീട്. അപ്പൊ ഇവിടെ വരുന്ന പുതിയ ആൾക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ആദ്യം അത്ര ഒരു ഇങ്ങനെ വരത്തില്ലല്ലോ. ഇല്ല. അപ്പൊ അല്ലെ അതുപോലെ വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത് UK അയർലൻഡിലൊക്കെ വർക്ക് ചെയ്ത് ഇഷ്ടംപോലെ പൈസയായിട്ട് വരുന്നവരാണെങ്കിൽ ഓക്കെ. അല്ലാത്ത നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറൻസ് ആയിരിക്കുമല്ലോ, ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ സംബന്ധിച്ച് 8-5 ഏകദേശം 1.3 അടുത്ത് മിച്ചമായില്ലേ? 1.4 ഒക്കെ എടുത്തായിരുന്നു. എല്ലാം കൂടെ കൂട്ടി 1.4 അതിന് താഴെ വരുമായിരിക്കും.
അപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ വീട് ഞാൻ കാണിച്ചു തരാം. ഒരു ഒത്തിരി ഇല്ലെങ്കിലും ഏകദേശം ഒരു ഫുൾ ഡീറ്റെയിൽ, ഏകദേശം ഒരു ഡീറ്റെയിലൊക്കെ നമ്മൾ കുറേ കാണിച്ചു തരാം. അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളോട് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ അഫോർഡ് ചെയ്യാനായിട്ട്, ചില ആൾക്കാർക്കൊക്കെ മേടിക്കാനൊക്കെ ഒരു അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ചേട്ടൻ അറിയാലോ, നിങ്ങൾ ഇവർ നോർത്ത് ലേക്സിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ ചേച്ചി? അപ്പോൾ നോർത്ത് ലേക്സിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വീടുണ്ടായിരുന്നു. നോർത്ത് ലേക്സിൽ അതെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് മാംഗോ ഹില്ലും ഹെപ്ഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അവിടെ വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് മേടിക്കാൻ 400 സ്ക്വയർ മീറ്റർ ലാൻഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര രൂപ വരുന്നു ചേട്ടാ? ഈ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് ഞങ്ങൾ പോയി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നരങ്ബാ ഹൈറ്റ്സിലാണ്. നരങ്ബാ ഹൈറ്റ്സിൽ 400 സ്ക്വയർ മീറ്ററിന്റെ ഒരു പ്ലോട്ട് വാങ്ങിച്ചത്. അത് ഇന്നലെ കോൺട്രാക്ട് സൈൻ ചെയ്തത് 462 എന്ന് പറഞ്ഞാൽ ബ്രിസ്ബൻ സിറ്റിയിൽ നിന്ന് ഒരു 35-40 മിനിറ്റ് ദൂരം. അതെ, 40 അടുത്ത് ദൂരമുള്ള സ്ഥലമാണ്. അവിടെ നാരാമ്പല റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ മൊറൈഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരാൻ എത്ര ദൂരം എടുക്കും? ഇവിടുന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക്. പക്ഷേ ഇതൊരു ബ്രിസ്ബൻ സിറ്റിയിൽ നിന്ന് 40 മിനിറ്റ് ഇല്ലേ? ഇവിടെ 45 മിനിറ്റ് ഇല്ലേ? 40. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടി പോയി വരുന്നതാണ്. ട്രെയിനല്ലേ? അല്ല, ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ട് 40 മിനിറ്റ്. 40 മിനിറ്റ്. ട്രെയിനാണെങ്കിലും 40 മിനിറ്റ്. അതെ, ട്രെയിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പീക്ക് ടൈമിംഗ് ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പം ഒരു ഏക്കർ സ്ഥലം മേടിക്കാൻ എത്ര രൂപ? വലിപ്പോട്ട് 450 സ്ക്വയർ മീറ്റർ ലാൻഡ് മേടിക്കാൻ 450 സ്ക്വയർ മീറ്റർ ലാൻഡ് വാങ്ങിക്കാനായിട്ട് ഈ പറയുന്ന പോലെ വില കൂടുതലാണ്. അതായത് ഇപ്പം ഇവിടെ 450, ഇപ്പം ഇവിടെ പുതിയ റിലീസ് വന്നിട്ടുള്ളതിലൊക്കെ 450 ഏകദേശം 450 തന്നെയാണ് വില. അപ്പൊ ചേട്ടാ 450. അപ്പൊ മാംഗോ ഹില്ല് കേപ്പ് സ്റ്റോണിലാണല്ലേ നമ്മുടെ അവിടെ 450 സ്ക്വയർ മീറ്റർ ഉള്ള 650 വരും. അതെ, ഉറപ്പാണ്. എന്ന് പറയുമ്പോൾ 630 എത്ര കോടിയായി? അതെ, കോടിയായി 630. അന്നേരം നോർത്ത് ലേക്സ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസം. അതെ, ഷോപ്പിംഗ് സെന്റർ, ഐക്യ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടെ കുറച്ചും കൂടെ പോഷാണ്. അതെ, 6.5 വരും. അപ്പൊ അവിടെ ഇപ്പം പഴയ വീട് 15 വർഷം പഴക്കമുള്ള വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8.5 തൊട്ട് 1 മില്യൺ വരെ പഴയ വീട് മേടിക്കാൻ കിട്ടും. അതെ, ഇപ്പം എന്റെ വീട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ബിറ്റ്വീൻ 1 and 1.1 എന്നുള്ള മാർക്കറ്റ് കിടക്കണം. അതെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് റിപ്ലിയിലെ കാര്യം പറയുകയാണെങ്കിൽ, റിപ്ലിയിലും വരുവാണെങ്കിൽ ലാൻഡ് മേടിക്കുന്നത് 4 to 5 ആകത്തില്ല. എങ്ങനെയാണെങ്കിലും 400-450 സ്ക്വയർ മീറ്റർ ലാൻഡിന് ഉറപ്പായിട്ടും 500,000 വരും. ഉറപ്പായിട്ടും. വീട് പണിയുന്നുണ്ടെങ്കിൽ ഒരു അടുത്ത 500,000 ഉറപ്പ്. വീടിന് നമ്മുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു നല്ല വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെന്നനുസരിച്ചായിരിക്കും ആ വീടിന്റെ പ്രൈസ് കൂടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 400,000 പ്ലസ്. അതെ, മൊത്തത്തിൽ ഒരു ലാൻഡും നല്ല അത്യാവശ്യം നല്ലൊരു വീടും കൂടെ വെക്കാനായിട്ട് 1 മില്യൺ. തീർച്ചയായിട്ടും. ലോകനിലാണെങ്കിലും ഇപ്പൊ ലോകനിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി വില കുറവുള്ളത്, അവിടെ ഈ പറഞ്ഞ അവിടെയും വില കൂടി. അത് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പ്ലോട്ട് വാങ്ങിച്ചൊരു വീട് പണിയുമ്പോൾ തന്നെ ഈ പറയുന്ന 1 മില്യൺ എന്നുള്ള ആകുന്നുണ്ട്. അതാവും സ്പ്രിംഗ്ഫീൽഡ് റൈസ് അവിടെയൊക്കെ പോയാലും ഇതൊക്കെ തന്നെ. അപ്പൊ ഇവിടുത്തെ മിനിമം ആണ് 1 മില്യൺ എന്നുള്ളത്. പിന്നെ അവിടുന്ന് മേലേക്ക് പോയാലും സ്പ്രിംഗ്ഫീൽഡ് റൈസും നമ്മുടെ ചിന്നത്തമ്പി ഏരിയയും അതുപോലെ തന്നെ റിപ്ലി ആ ഏരിയ, മാംഗോ ഹില്ല്, കേപ്പ് സ്റ്റോണ് അല്ലേ? പിന്നെ ഇവിടെയാണ് ന്യൂ പോർട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ന്യൂ പോർട്ട് നമുക്ക് അടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മില്യൺ, അത് 2, അതായത് ഈ പറയുന്ന മറീനയോട് ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ 3 മില്യൺ പ്ലസ് വരുന്ന. നമുക്ക് ബോട്ടും കൊണ്ട് പാർക്ക് ചെയ്യാം. അതെ, നമുക്ക് ബോട്ടെ വന്നിട്ട് നമുക്ക് പോകാം, കടലിലേക്ക് പോവാം. നല്ല പോലെയാണ്. പക്ഷെ അത് ഇച്ചിരി എക്സ്ട്രീം. അതെ, നമ്മളെ ആൾക്കാർ മലയാളികൾ താമസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഇനിയിപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ടാരിഫ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് ഇപ്പം ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റാത്ത, ഇപ്പം ഇവിടെ ബ്രിസ്ബൻ സിറ്റിയിൽ മേടിക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ട്. ഇവിടെ അടുത്ത് മേടിക്കാത്തവരോ. പിന്നെ ഇവിടെ ചെംസൈഡ് ഭാഗത്ത് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ പിടിച്ചു പഴയ വീട് മേടിച്ച് 1000 സ്ക്വയർ മീറ്റർ റിമോൾവ് ചെയ്തിട്ട് പുതുതായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതും ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ അന്നേരം നമ്മൾ ഇതുപോലെ തന്നെ നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. അതെ, ഇപ്പൊ ഈ വാങ്ങിക്കുന്ന ഈ പറയുന്ന പഴയ വീടും സ്ഥലമായിട്ട് വാങ്ങിക്കുമ്പോൾ അതിന് തന്നെ കൊടുക്കണം 1.2, 1.3 ആണ്. പിന്നെ അത് ഡിമോളിഷ് ചെയ്ത് പിന്നെ ചെയ്യുമ്പോൾ അത് പിന്നെ ഒരു 5-6 ആണ്. അതിനിപ്പോ ചില ഒരു 2 താഴെയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേറെ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് വേറെ ബിസിനസ് ടൈപ്പ്. പിന്നെ ഇവിടെ ഇപ്പം മിനിമം ഒരു വീട് മേടിക്കണ 1 മില്യൺ എടുത്താവും. അല്ല പിന്നെ 15 വർഷം 20 വർഷം ഉള്ളിൽ കയറി ഇപ്പം ഈ പറപ്പങ്കിലൊക്കെയാണ് 8 രൂപ 8 രൂപയ്ക്ക് 400 സ്ക്വയർ മീറ്റർ ആ രീതിയിൽ പഴയ വീടായിരിക്കും. നമുക്ക് ഉള്ളിലോട്ട് കയറിയായിരിക്കും, ഇച്ചിരി ഉള്ളിൽ കയറിയായിരിക്കും. പിന്നെ ഇച്ചിരി ഫ്ലഡ് അങ്ങനത്തെ ഇച്ചിരി റിസ്ക്, സ്കൂളിന്റെ ഒക്കെ ഇച്ചിരി ദൂരം, സ്കൂൾവർത്ത് കോഴ്സിനൊക്കെ ഷോപ്പിംഗ്. നമ്മളാ താമസിക്കുന്ന ഏരിയയുടെ ഒക്കെ ഒത്തിരി വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും പല ഏരിയകളുണ്ട് ഇവിടെയാണെങ്കിലും. അപ്പം അത് നമ്മൾ എവിടെ താമസിക്കുന്നു അവിടെ കൊണ്ട്
പല സ്ഥലങ്ങളും വില കൂടിയതും കുറഞ്ഞതുമായിട്ട്. ഇതാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലെ ഇപ്പോഴത്തെ ഒരു വീടിന്റെ ഒരു ചൂട് പിടിച്ചുള്ള ഒരു സമയം അല്ലേ? ഉറപ്പായിട്ടും. ഇതിപ്പം വീടിന്റെ വില കൂടുവാണോ കുറയുവാണോ, എന്താ കണ്ടീഷൻ? എന്താണെങ്കിൽ കൂടുതലോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ തന്നെ വീണ്ടും വീടിന് 6 ഇന്ന് ഞാൻ വാങ്ങിപ്പോയായിരുന്നു. 6 പെർമനന്റ് വേരിയബിൾ കിടക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയാണ്. 6.33 വെസ്റ്റ്പാക്കിലും 6.5 എബവ് ആണ് കോമലത്ത് വാങ്ങി കിടക്കുന്നത്. അതിന് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 5.99 ആണ് തോന്നുന്നു കിടക്കുന്നത്. അതാണ് ആ കണ്ടീഷൻ. അറൌണ്ട് 6% എന്നുള്ള രീതിയിൽ ആണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് റേറ്റ്. ഇനിയിപ്പോൾ കുറയാനൊന്നും പോകുന്നില്ല നിലവിൽ. ഇനിയിപ്പോൾ ഒളിമ്പിക്സ് ഇനിയിപ്പോൾ എന്നോട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റിയൽ എസ്റ്റേറ്റിനോട് വന്നപ്പോൾ അവർ പറഞ്ഞു തൽക്കാലത്ത് നോക്കേണ്ടത് അങ്ങനെയല്ല. നിങ്ങൾ ഈ നിലവിലുള്ള അതിന് $2 ലക്ഷം കൂടുതൽ കൊടുത്തിട്ട് ഒരു $2 ലക്ഷം ഡ്രോപ്പ് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊക്കെ മേടിച്ച് കൂട്ടാവുള്ളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഒരു സംസാരം വന്നപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞവർ. പക്ഷേ വേരിയബിൾ ആണ്, ഇത് എപ്പോഴും ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം, മാർക്കറ്റ് എപ്പോഴും ഡ്രോപ്പ് ആകാം, എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അതൊക്കെ ലക്ക് കണക്കിരിക്കും, ദൈവാനുഗ്രഹം കണക്കും. നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? നമുക്ക് ഈ വീടൊന്ന് കയറി കണ്ടാലോ ചേച്ചി? അധികം കാണണ്ട, പറ്റുന്ന ഇത് നമുക്ക് ഡേറ്റ്. ഇതിപ്പോ ഈ ചേട്ടൻ പണിത വീട്, ഈ വീട് എത്ര ഇതിന്റെ ഉള്ളിൽ എത്ര സൈസ് എത്ര ചേട്ടാ? 400 സ്ക്വയർ മീറ്റർ ലാൻഡ് സൈസ് അല്ല, വീടിന്റെ 420 വീടിന്റെ സൈസ് 420. ഈ ലാൻഡ് എന്ന് പറയുന്നത് 4000 സ്ക്വയർ മീറ്റർ. നാട്ടിൽ ഒരേക്കർ ഏക്കറാണ് 4002. അതാണ് എന്റെ കറക്റ്റ്. ചേട്ടൻ നാട് എവിടെന്ന് പറഞ്ഞു? കോഴിക്കോട്. എവിടെ ചേട്ടാ? കുരാച്ചൻ. ചേച്ചി? ഞാൻ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. അതെ, കോഴിക്കോട്ടുകാരാ കേട്ടോ. എനിക്ക് കോഴിക്കോട് അലുവാനും വരാൻ കോഴിക്കോട് കപ്പലണ്ടിയും ചായ ഒക്കെ തന്നു കേട്ടോ. ഫുഡ് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. എനിവേ നമുക്ക് വീടിന്ന് കാണാം. നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ചേച്ചി എടുത്തേ? ഫർണിച്ചർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്നുള്ള ഇതെല്ലാം നമ്മൾ മാറ്റാനായിട്ടുള്ളതാണ്. ഓ ശരി. പ്രത്യേകിച്ച് ഇതിനായിട്ടൊന്നും മേടിച്ചില്ല. ഇതിനു വേണ്ടിയിട്ട് ആ പടം വാങ്ങിച്ചിട്ടുള്ള ഇപ്പൊ അവിടെയുള്ള ആ ഒരു ഏരിയ മാത്രമേ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് മൊത്തം ഒരു ഹാൻഡ് ടൂൺ സ്റ്റൈലാണ് വീട് വരുന്നത്. അപ്പം ഈ കിടക്കുന്നല്ല നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഇതിന്റെ അത് വന്നിട്ടില്ല. അത് മാറ്റാനായിട്ടും അത് പുതിയ നമ്മള് എല്ലാം ഫർണിച്ചർ വരേണ്ടതാണ്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതൊരു പിന്നെ അങ്ങോട്ടേക്ക് അവിടെ ഒരു കോമൺ ബാത്റൂം, കോമൺ ടോയ്ലറ്റ് അല്ലേ? അതെ. എല്ലാം മോഡേൺ ആയിട്ടാ ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ ഒത്തിരി പേര് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല നമ്മള്, കാരണം പെട്ടെന്ന് പറഞ്ഞ കാരണേ. ഇതിപ്പോ ഒരു ഗസ്റ്റ് റൂം അല്ലേ? ഇത് ഗസ്റ്റ് റൂം അല്ലേ? ഇതൊരു വേറൊരു ഗസ്റ്റ് റൂം ആട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ലൊരു വ്യൂ ആട്ടോ. കട്ടനൊക്കെ നിങ്ങൾ എവിടെ സെറ്റ് ചെയ്താ ഇതൊക്കെ? ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വഴിയാ കേട്ടോ. അവരുടെ കസ്റ്റമർക്കൊക്കെ നല്ല വർക്കാ അല്ലേ? ഇനി ഏതാ നമുക്കൊരു മുറി കാണിക്കാൻ പറ്റുന്നേ? ഈ കാണുന്ന ലോണ്ടറിയാ കേട്ടോ. അതിങ്ങനെ ലോണ്ടറി. ഏറ്റവും പുതിയ റോബോട്ടാണോ പഴയ റോബോട്ടാണോ? നമ്മുടെ ഇത് ലൈറ്റ് ഇടാൻ പറ്റുമോ? അതോ നമ്മുടെ TV റൂമാ അല്ലേ? നമ്മുടെ ഒരു തിയേറ്റർ. ഈ പുറയിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ സോഫയും കാര്യങ്ങളും എല്ലാം ഓർഡർ എല്ലാം ചെയ്ത് വരുന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ തിയേറ്റർ ആണല്ലേ? പണി തീർന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും നമുക്ക് കാണാനുണ്ടോ ഈ ഭാഗത്ത്? പിന്നെ അങ്ങോട്ടേക്ക് മാസ്റ്റർ ബെഡ്റൂം. ഇത് മാസ്റ്റർ ആണോ? ഇങ്ങോട്ട് പോകാലോ അല്ലേ? എന്നാ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണോ കേട്ടോ. അങ്ങോട്ട് പോട്ടെ. ഇതിനെന്തായാലും നിങ്ങൾ കസ്റ്റമൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മൊത്തത്തിൽ നമ്മുടെ ഇത് തന്നെയാണ്. ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു.
അവിടെ നിന്നും കയറി വരാം, എങ്ങനെയും കയറി വരാം അല്ലേ, 2 സൈഡിൽ കൂടെ. കൊള്ളാം, അത് കൊള്ളാം, അത് നല്ല നല്ല ഭംഗിയുണ്ട്. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണോ? ആണല്ലേ. ഇതിനെന്നാ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന്? നമ്മളെ രാവിലെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് നമ്മൾ ഇത് ഈ ഒരു ഇതിന്റെ വേറൊരു മോഡലായിരുന്നേ. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടുന്ന് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് പൂളിലേക്ക് കയറാൻ പറ്റുമോ? നല്ല കാര്യം. അങ്ങനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അടിപൊളി. ഓക്കെ കൊള്ളാം. പുല്ല് വെട്ടിയിരിക്കുന്ന പൊടി കിടപ്പുണ്ടല്ലോ. ഇപ്പൊ പുല്ല് വെട്ടിയിട്ട് പോയതാണേ, അതുകൊണ്ട് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇതെന്നെ സംഭവം ചേട്ടാ, ഇത് വോൾ ഇത് ഒട്ടിച്ചിരിക്കുകയാണ് നമ്മള്. ടൈലാണോ? നമ്മളിത് കസ്റ്റമൈസ് ചെയ്താണോ വീട്? ഇതിന്റെ ആണോ? ഡ്രോയിങ് മൊത്തം നമ്മള് എത്രയിലും മോനെ? എക്സ്പ്ലോർ ചെയ്തല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഗ്രാജുവേഷൻ 12 എവിടെയാ? ഇനിയിപ്പം +1 +2 ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ? ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താണോ ചേച്ചി? അതെ, കസ്റ്റം ബിൽഡാ. ആണോ? എന്നാ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്നായിരുന്നു നിങ്ങൾ ഭയങ്കര ആഗ്രഹം എന്തായിരുന്നു? എന്നാ വേണമെന്നുള്ളതൊക്കെ ആയിരുന്നു ഇത് ചെയ്തപ്പോ? ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് വേണം എന്നുള്ളത് മെയിനായിട്ടുള്ള ആഗ്രഹം. പിന്നെ കുറച്ച് കാര്യങ്ങള് നമുക്ക് കളറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങള് സിഡ്നിന്ന് വാങ്ങിച്ച ടൈലാ അല്ലേ? ഓക്കെ. അങ്ങനെ പിന്നെ ബാക്കി ഐഡിയാസ് കൂടുതലും റോഷിയുടെയാണ്. ടൈലൊക്കെ നിങ്ങൾ ഇവിടുന്ന് ലോക്കൽ വന്നാണോ അതോ? ഓ ശരി. ശരി. ബിൽഡർ ആരായിരുന്നു ഇവിടുത്തെ? നിങ്ങളുടെ ബിൽഡർ ആരായിരുന്നു? സ്ട്രൗട്ട് ഹോംസ്. അത്ര കേട്ടിട്ടില്ലാത്തല്ലോ. സ്ട്രൗഡ് അവര് കസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണ്. ആണോ? ലോക്കൽ ആണോ അവര്? അതെ, ലോക്കൽ ബിൽഡർ. സ്ട്രൗട്ട് ഹോംസ് ലോക്കൽ അല്ല, എല്ലായിടത്തും ഉണ്ട് അവര്. ഓ ശരി. കൂടുതൽ ഏക്കറേജ് ചെയ്യുന്ന ആൾക്കാർ. സ്ട്രൗട്ട് ഹോംസ് എത്ര നാളുകൊണ്ട് ചെയ്തവര്? ചെയ്യിക്കുമല്ലേ ഇച്ചിരി നല്ലത്. നമുക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് ചെയ്യിക്കുവാണല്ലോ നല്ലത് അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഈ ഇതിന്റെ ഡ്രോയിങ് ഞാനും വർക്ക് ചെയ്യുന്ന ഒരു നെക്സാ ഹോംസ് എന്നുണ്ട് സിഡ്നിയിലുള്ള, അവരെ കൊണ്ട് തന്നെ വരപ്പിച്ചതായിരുന്നു. ഡ്രോയിങ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് പണിയിപ്പിച്ചതേ ഉള്ളൂ. അതായത് മറ്റേ ബിൽഡർ ഇവിടെ പണിയത്തില്ല, ബ്രിസ്ബേന് പണിയത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഈ വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാ ചേച്ചി? ചേട്ടാ പറ. ഇതാണ് വർത്താനം പറയുന്ന കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പം പ്രാർത്ഥനാ മുറി അങ്ങനെ വല്ലതും ഉണ്ടോ ഇവിടുത്തെ? അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥിക്കാം. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഏറ്റവും ഫേവറേറ്റ് ഇതന്നെ. ഈ ഇലക്ട്രിക് നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഭയങ്കര അത് ഗ്യാസ് കിച്ചണാ. ഇലക്ട്രിക് ഒരു വീട് സിഡ്നിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അകത്ത് ഗ്യാസ് ചെയ്തു. ഭയങ്കര പാടാക്കി. ഈവൻ ഞങ്ങൾ അധികം കുക്കിംഗ് അകത്ത് ചെയ്യുന്നില്ലായിരുന്നു. ഇത് ഇൻഡക്ഷൻ ആണോ സെറാമിക് ആണോ? ഇത് ഇൻഡക്ഷൻ ആണല്ലേ? ഓക്കെ, അതാണല്ലോ. അപ്പൊ എല്ലാ പാത്രമൊന്നും പറ്റത്തില്ല. ഇല്ല, എല്ലാ പാത്രവും പറ്റത്തില്ല. പക്ഷെ എനിക്ക് പുറത്ത് ഗ്യാസിന്റെ കിച്ചൺ ഉണ്ട് വരാൻ. ഓക്കെ. ഇങ്ങോട്ട് പോകാലോ അല്ലേ? ഇതിനെല്ലാം വലിയ പ്രത്യേകിച്ച് കസ്റ്റം അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ചേച്ചി? ഇല്ല, അത് എല്ലാം ഡ്രസ്സിംഗ് അല്ലേ? ഓപ്പൺ ചെയ്യാം. ഓക്കെ. നമുക്കെന്നാ ആ ഇതൊക്കെ ഒന്ന് കയറി കണ്ടാലോ? എങ്ങനെ ചേച്ചി? കയറുന്നു, മുന്നിൽ കയറുന്നു. ഇവിടെയാണ്. ഇവിടെ ഒരിടത്തും ക്രിം സേഫ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ക്രിം സേഫ് ഡോറയിൽ ഇങ്ങനെ സേഫ്റ്റി സെക്യൂരിറ്റി സ്ക്രീൻ. ഇതിന്റെ പുറകു സൈഡ് ഇവിടെ അല്ലേ? ഇവിടെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയമുണ്ടല്ലോ.
ചെറിയ വെജിറ്റബിൾ ഗാർഡൻ അവിടെ ചെറിയ രീതിയിലൊരെണ്ണം പിടിപ്പിച്ച് ചെറുതായിട്ട് ഒക്കെ ആയിട്ടുള്ളൂ. ഓഹോ. ഞങ്ങൾ ഈ വീടിൻ്റെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കയറി കണ്ടെന്നേ ഉള്ളൂ. ഇവർ കൃഷിയൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെടിയൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പം അതാണ് ഇത് ഒന്നും ചെയ്യാതെ കിടക്കുന്നത്. കണ്ടില്ലേ, ഇതന്നെ ഏട്ടാ കിളികളവിടെ? അത് നമ്മള് വളർത്തുന്ന താറാവാണ്. താറാവാണോ? ചുമ്മാ നമ്പർ അടിക്കല്ലേ? അല്ല, താറാവ്. അത് ആണോ? അത് മറ്റേ കാട്ടുതാറാവാണ്. കാട്ടുതാറാവാണോ? ഇത്ര നാളത് പോയിട്ട് പൂളി ചാടുമായിരുന്നു. അത് കാരണം ഞാൻ ഇപ്പൊ പൂളിലെ ലൈറ്റ് ഓൺ ആക്കി ഇടാൻ തുടങ്ങി. ആ ലൈറ്റ് ഓൺ ആക്കി ഇടുന്നോണ്ട് നിങ്ങൾ കൊണ്ടിട്ടാണോ? അല്ലല്ല, അത് കാട്ടുതാറാവാണേ. നമ്മുടെ ഒന്നും അല്ല. നമ്മുടെ അല്ല, കളിയാക്കിയതാ. തമാശ നമ്മുടെ അല്ല. ഇത് മുട്ടയിടുവോ? അത് മുട്ടയിട്ട് കാട്ടുതാറ ഞാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കാട്ടുതാറാവാണ്. ആണല്ലേ? ശല്യം ഉണ്ടോ ഏട്ടാ? സ്ഥിരമുള്ളോ? ദേ പോയി അതേ പറണ്ട പോന്നു. ശല്യം ചെയ്യുമാര്? ഓഹോ. ഇത് നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്? ഡ്രൈവേ ചെയ്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കണേ? നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. പുറകിൽ നമ്മുടെ പൂളും കാര്യങ്ങളെല്ലാം കാട്ടുതാറാവ് ദേവന്മാർ പറന്നു പോകുന്നു. ആ സൈഡിൽ നമ്മുടെ ഇതിൻ്റെ ഫെൻസിങ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് എത്രേൻ്റെ ഏട്ടാ സോളാർ വെച്ചേക്കുന്നത്? 13.5. അപ്പോൾ എത്ര കിലോ വാട്ടാ ഇത്? ആണോ? അപ്പോൾ ഇത് നമുക്ക് 3 ഫേസ് അല്ലേ ഇത്? 3 ഫേസ് വന്നപ്പോൾ തൊട്ട് 3 ഫേസ് ആയതായിരിക്കും അല്ലേ? അത് മാത്രമല്ല പുല്ലിപ്പോൾ അടിച്ചപ്പോൾ പൊടി വീണില്ലേ? അല്ലെന്നെങ്കിൽ നല്ല നീറ്റായി കിടന്നല്ലേ. ഇപ്പോൾ പുല്ല് വെട്ടി ഇപ്പം അതാണ് ഇപ്പോൾ ഒരു പൊടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടാ വളരെയധികം നന്ദി കേട്ടോ, ജോളി വീടും ചുറ്റുപാടൊക്കെ കാണിച്ചു തന്നതിന്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കൂടാം അല്ലേ? അപ്പം ഹലോ പ്രിയ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലെ ഇവിടുത്തെ കറണ്ട് ട്രെൻഡിങ് ഇതാണ് അല്ലേ ചേട്ടാ? അതെ. ബ്രിസ്ബനിലെ ഈ പരിസരത്തെ വീടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിന് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആൾക്കാർക്ക് ഇതിനൊരു ഇവിടുത്തെ ഒരു അറിവ് കിട്ടട്ടെ അല്ലേ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ.